നമസ്കാരം. ടാറ്റ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ട്സുകളാണ് റിവിഷൻ സീരീസിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഇൻകം പെർ പേഴ്സൺസ് വിത്തിൻ എ ഗിവൺ ടൈം പീരീഡ് ഈസ് ടേംഡ് ആസ്. അതായത് ഒരു ഗിവൺ ടൈം പീരീഡിലുള്ള ഒരു ആവറേജ് ഒരു വ്യക്തിയുടെ ആവറേജ് ഇൻകത്തെ നമ്മൾ ഏതായിട്ട് കണക്കാക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ GDP ഉണ്ട്, ഓപ്ഷൻ ബിയിൽ നാഷണൽ ഇൻകം ഉണ്ട്, ഓപ്ഷൻ സിയിൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇതിലേതാണ് ആവറേജ് ഇൻകം പെർ പേഴ്സൺ വിത്തിൻ എ ഗിവൺ ടൈം പീരീഡ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ്? പെർ ക്യാപിറ്റ ഇൻകം ആണ് അല്ലെ? പെർ ക്യാപിറ്റ ഇൻകം ആണ് ഒരു ഗിവൺ പീരീഡിലേക്കുള്ള ഒരു വ്യക്തിയുടെ വരുമാനത്തെ സൂചിപ്പിക്കുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ആണ്. It is calculated by dividing the total income of a population by the population of that area. അതായത് മൊത്തം ഇൻകം ആ ഒരു ഏരിയയിലെ ജനങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന മൊത്തം ഇൻകത്തെ എന്ത് ചെയ്യുക? ആ ഏരിയ, അതൊരു ഏരിയയിലെ പെർ ക്യാപിറ്റ ഇൻകം ആണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ഏരിയയിലെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് മൊത്തം വരുമാനം ആ പ്രദേശത്ത് 1000 പേരുണ്ടെങ്കിൽ 1000 പേരും കിട്ടുന്ന, ഒരാൾക്ക് 1000 ആയിരിക്കും കിട്ടുന്നത്, ഒരാൾക്ക് 10,000 ആയിരിക്കും കിട്ടുന്നത്, പല ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? ഈ എമൗണ്ട് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ മൊത്തം അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഈ പെർ ക്യാപിറ്റ ഇൻകം തന്നെ നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്, അതേപോലെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം ഈസ് പെർ ക്യാപിറ്റ ഇൻകം അറ്റ് ദ കറണ്ട് ഇയർ പ്രൈസ്. കറണ്ട് ഇയർ പ്രൈസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ് നോമിനൽ PCI എന്ന് പറയുന്നത്. എന്നാൽ റിയൽ PCI എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻകത്തെയാണ് നമ്മൾ റിയൽ PCI എന്ന് പറയാം. PCI എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം കേട്ടോ. അതായത് നമ്മൾ ഈ വർഷത്തെ റേറ്റ് മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു PCI ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നോമിനൽ PCI എന്ന് പറയും. എന്നാൽ നമ്മൾ ഇൻഫ്ലേഷൻ കൂടി, പണപ്പെരുപ്പം കൂടി പരിഗണിച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം കാൽക്കുലേഷനെയാണ് നമ്മൾ റിയൽ PCI എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നെറ്റ് മണി വാല്യൂ ഓഫ് ആൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ലിവിംഗ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് ദ കൺട്രി വിത്തിൻ അക്കൗണ്ടിങ് ഇയർ. അതായത് മൊത്തം വരുമാനം എന്താ പറയാ, പണാത്മക മൂല്യമാണ്. നമ്മൾ നെറ്റ് മണി വാല്യൂ ഓഫ് ആൾ ദ ഫൈനൽ ഗുഡ്സ്, എല്ലാ അന്തിമ പ്രൊഡക്റ്റുകളുടെയും പണാത്മക മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയാ, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. രണ്ട് ടേമുകൾ പഠിക്കണം. ഒന്ന് പണാത്മക മൂല്യം, അതായത് ഏതൊരു പ്രൊഡക്റ്റിനെയും അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇൻകം കണക്കാക്കുക. അതോടൊപ്പം ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് അന്തിമ സാധനങ്ങൾ. അന്തിമ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടയർ ഉണ്ടാക്കി, ഒരു വണ്ടി ഉണ്ടാക്കി, ടയർ ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ടയർ എന്തല്ല ഒരു ഫൈനൽ ഗുഡ് അല്ല, ഫൈനൽ ഗുഡ്സ് എന്താണ്? വണ്ടിയാണ് അല്ലെ? ആ രീതിയിൽ അന്തിമ വസ്തുക്കളുടെ, അന്തിമ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളുടെ പണാത്മക മൂല്യത്തെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോറി, നാഷണൽ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The first person to calculate India's national income was Dadabhai Naoroji. ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ദാദാബായ് നവറോജിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ എന്തായിരുന്നില്ല, ഒരു സയന്റിഫിക് അപ്രോച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദാദാബായ് നവറോജിയാണ്. എന്നാൽ പ്രൊഫസർ VKRV റാവു ആണ് ആദ്യമായിട്ട് സയന്റിഫിക് അറ്റംപ്റ്റോട് കൂടി, ഒരു ശാസ്ത്രീയമായ രീതിയുമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുള്ളത് ആരാണ്? അത് VKRV റാവു ആണ്. എന്നാൽ ഒഫീഷ്യൽ അറ്റംപ്റ്റ് ആരുടേതാണ്? ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത് അത്
PC Mahalanobis ആണ്. ഒരു ഒഫീഷ്യൽ അറ്റംപ്റ്റ് ആയിട്ട് ഒരു ഇൻകം കാൽക്കുലേഷൻ, നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത് ആരാണ്? അത് PC Mahalanobis ആണ്. നാഷണൽ ഇൻകം കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻകം കമ്മിറ്റിയുടെ ഹെഡ് PC Mahalanobis ആയിരുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. GDP is a measure of the total value of all goods and services produced in a country over a specific period of time. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് GDP. GDP എന്താണ്? ഇസ് എ മെഷർ ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് പറയാം, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള മൊത്തം അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പടാത്മക മൂല്യമാണ് നമ്മൾ GDP ആയിട്ട് കണക്കാക്കുന്നത്. അവിടെ നമുക്കറിയാം, ഇപ്പൊ ഒരു ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന കമ്പനി ഉണ്ടാക്കുന്നുണ്ടാകും. അത് എന്തിൽ പെടും? GDP യിൽ ഉൾപ്പെടുത്തില്ല. എന്നാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യാപാരി ഇന്ത്യയുടെ പുറത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, അത് എന്തിനു വരില്ല? GDP യിൽ വരില്ല. അപ്പൊ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ള അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുകയാണ് നമ്മൾ GDP ആയിട്ട് പരിഗണിക്കുന്നത്. GDP is calculated by adding up the value of all final goods and services produced within a country's borders. നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. പിന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ടേം ഉണ്ട്. ഇറ്റ്സ് എ മെഷർ ഓഫ് കൺട്രീസ് എക്കണോമിക് ഔട്ട്പുട്ട് ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ദ ഡിപ്രീസിയേഷൻ ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ അസറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞ നേരത്തെ GDP യോട് കൂടി നമ്മൾ ഡിപ്രീസിയേഷൻ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു പിന്നെ തേയ്മാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിപ്രീസിയേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? ഈ NDP വരും. അപ്പൊ GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ NDP എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പൊ ഗ്രോസ് നെറ്റ് ആകുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കൂടി കുറക്കും. ഇപ്പൊ ഒരു വാഹനമാണെങ്കിൽ വാഹനത്തിന് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ അത് ചോദിക്കാതാണല്ലോ, ഇത് ഏതാ വർഷം എന്ന് ചോദിക്കും. അപ്പൊ ഒരു വർഷത്തിനനുസരിച്ച് ഇതിന്റെ വാല്യൂ കുറയുന്നുണ്ട് അല്ലെ? അതിനാണ് നമ്മൾ ഈ എന്താ പറയാ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഓരോ വർഷത്തിനും ഇതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഒരു വണ്ടി ഉദാഹരണം പറഞ്ഞാണ്, ഏതൊരു മെഷീനറി ആണെങ്കിലും എന്താണെങ്കിലും ഓരോ വർഷം കഴിയുമ്പോഴും അതിനൊരു എമൗണ്ടിൽ കുറവ് വരും, ഒരു വാല്യൂയിൽ കുറവ് വരും. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ NDP = GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. GDP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? NDP കിട്ടും. ഡിപ്രീസിയേഷൻ ഈസ് ആൾസോ നോൺ ആസ് ക്യാപിറ്റൽ കൺസംഷൻ അലവൻസ്. അങ്ങനെയും പറയാറുണ്ട്. ഡിപ്രീസിയേഷനെ ക്യാപിറ്റൽ കൺസംഷൻ അലവൻസ് എന്നും പറയാറുണ്ട്. Net national product is the net value of all final goods and services that are produced by the residents of nation within a period of 1 year. അതായത് നെറ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വാല്യൂ ഓഫ് ആൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ നാഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. അതായത് ഒരു വർഷത്തെ സമയത്ത് പിന്നെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിർമ്മിച്ച പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ GDP യിൽ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ വാല്യൂ ഓഫ് ആൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ നാഷൻ. അപ്പൊ ഇന്ത്യയുടെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് കണക്കാക്കുന്നതെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡന്റ്, ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഒരു കമ്പനി ഉണ്ട്, അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുകൂടി എന്തിൽ ഉൾപ്പെടുത്തും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തും. അതായത് ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വിദേശിയായിട്ടുള്ള ഒരാൾ വന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൽ ഉൾപ്പെടുത്തൂല, ഈ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തൂല. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കുക. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള, അത് ആര് നിർമ്മിച്ചതാണെങ്കിലും, ഇന്ത്യക്കാരാണെങ്കിലും ഇന്ത്യയുടെ പുറത്തുള്ള ആളുകളാണെങ്കിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും അതിൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കേസ് ആണെങ്കിൽ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിന്റെ കേസ് ആണെങ്കിൽ അവിടെ എന്തേ പരിഗണിക്കുള്ളൂ? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളെയാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തി. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GDP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കും, അതോടൊപ്പം NFI കൂട്ടും. NFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്നാണ് NFIയുടെ പൂർണ്ണരൂപം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്നും പുറത്തുള്ള ഒരാൾ, വിദേശിയായ ആളുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളെ പിന്നെ കുറക്കുക, അതോടൊപ്പം എന്ത് കൂട്ടുക?
ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പുറത്തു പോയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ കൂട്ടുക. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒന്നല്ല, ആരൊക്കെ ഇന്ത്യക്കാരായ ആരൊക്കെ പുറത്തു പോയിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ അതിന്റെയൊക്കെ വാല്യൂ, അതിൽ നിന്നും എന്ത് കുറക്കുക, ഇന്ത്യൻ പുറത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചുള്ള പ്രൊഡക്റ്റുകൾ കുറച്ചിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള മൊത്തം ഉൽപാദനത്തിൽ നിന്നും ഇന്ത്യക്കാരല്ലാത്തവർ ഉൽപ്പാദിപ്പിക്കുന്ന സംഗതികൾ കുറക്കാം. പിന്നെ ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പുറത്തു പോയിട്ട് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടി കൂട്ടുക. അപ്പോഴാണ് നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ലഭിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ? നാഷണൽ ഇൻകം എസ്റ്റിമേഷനോട് ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള, എക്കണോമിക്സിന്റെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ NNP MP മൈനസ് NIT ഈസ് ഈക്വൽ ടു NNP FC എന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ എയിൽ. അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അതാണ് NIT ഈസ് ഈക്വൽ ടു NNP FC എന്നാണ് പറയുന്നത്. ഒന്നാമത്തതിൽ ബിയിൽ പറയുന്നത് NNP MP യോട് കൂടി ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ NNP FC കിട്ടുമെന്നാണ് പറയുന്നത്. സിയിൽ GNP MP യോടിൽ നിന്നും ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ NNP FC കിട്ടുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പിന്നെ GNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ NNP FC കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ഈ ഇൻകം എസ്റ്റിമേഷൻ, നാഷണൽ ഇൻകം എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതെന്നാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. കുറച്ചൊരു റേഞ്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിവിഷണൽ അക്കൗണ്ടന്റിന് ചോദിച്ചിട്ടുള്ളതാണ്. കുറച്ചൊരു റേഞ്ചുള്ള ക്വസ്റ്റ്യൻ, എന്നാലും ഇത് സിമ്പിൾ ആണ്. കാരണം ഇത് MP FC എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആൻസർ കിട്ടും. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. അതായത് നമുക്കറിയാം മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാക്ടർ കോസ്റ്റിനോട് കൂടി ടാക്സ് കൂട്ടിയാൽ ആണ് എന്ത് കിട്ടുക, മാർക്കറ്റ് പ്രൈസ് കിട്ടുക. ഫാക്ടർ കോസ്റ്റ് നമ്മൾ പറയില്ല, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും ഇതിന് എത്രയാണ്, ഷോറൂം പ്രൈസ് എത്രയാണ്, ഓൺ ദി റോഡ് എത്രയാണെന്നല്ലേ. ഈ ഷോറൂം പ്രൈസ് ആണ് ഈ ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് വണ്ടി നിർമ്മിക്കാൻ ആവശ്യമായ ചെലവൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന, ആ വണ്ടിയിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. ഈ ഫാക്ടർ കോസ്റ്റിനോട് കൂടി ടാക്സ് കൂടി കൂടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് ആവുന്നത്. അപ്പൊ ഇവിടെ രണ്ടും ഒരേ സാധനമാണ്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ഇക്വേഷൻ വരുമ്പോൾ NNP MP NNP FC രണ്ടും NNP ആണ്. അതുകൊണ്ട് ഇവിടെ കൺവേർഷൻ നടക്കുന്നത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിൽ മാത്രമാണ് ഇവിടെ കൺവേർഷൻ നടക്കുന്നുള്ളൂ. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കണം. MP FC ആകുന്നേ ഉള്ളൂ, മറ്റേത് മാറ്റം വരുന്നില്ല. NNP ഇവിടെ NNP തന്നെയാണ്, അവിടെ മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് റേറ്റ് ആക്കാൻ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം ഫാക്ടർ കോസ്റ്റിനോട് കൂടി ടാക്സ് കൂട്ടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുക അല്ലെ. അതിനർത്ഥം എന്താണ്, മാർക്കറ്റ് പ്രൈസിൽ നിന്നും ടാക്സ് കുറക്കുമ്പോഴാണ് ഫാക്ടർ കോസ്റ്റ് കിട്ടുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് നമ്മൾ കിട്ടേണ്ടത് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ടാക്സ് കുറക്കുകയാണ് വേണ്ടത്. ഇനി തിരിച്ച് നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടി മാർക്കറ്റ് പ്രൈസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനോട് ടാക്സ് കൂട്ടുകയാണ് വേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി GDP FC is equal to GDP MP minus net indirect tax. GDP FC നമ്മൾ നേരത്തെ പറഞ്ഞു, GDP FC ആണ് കിട്ടേണ്ടതെങ്കിൽ അവിടെയും GDP മാറുന്നില്ല, ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയാണ് വേണ്ടത്. തിരിച്ചാണെങ്കിൽ GDP MP ആണ് കിട്ടേണ്ടതെങ്കിൽ FC യോട് കൂടി എന്ത് ചെയ്യണം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടാണ് വേണ്ടത്. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ, ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, നോക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നോക്കുകയാണെങ്കിൽ NDP മാറിയിട്ട് GDP ആവുന്നുണ്ട്. അവിടെ എന്തല്ല ഫാക്ടർ കോസ്റ്റ് പിന്നെ മാർക്കറ്റ് പ്രൈസ് ഒന്നും പറയുന്നില്ല. എന്ത് മാറുന്നുണ്ട്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും. നമ്മൾ പറഞ്ഞു
ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ കുറക്കണം അല്ലെ. ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയി. അപ്പൊ അവിടെ ഡി പി മാറുന്നില്ല. ഫസ്റ്റത്തെ ഗ്രോസ് ആണോ നെറ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പൊ ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കണം. തിരിച്ച് നെറ്റ് ഗ്രോസ് ആവണമെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ കൂട്ടുകയാണ് വേണ്ടത്. ഇനി അടുത്ത ഇത് നോക്കൂ. ഇവിടെ ജി ഡി പി എം പി ആണ്, എൻ ഡി പി എഫ് സി ആണ്. ഇവിടെ രണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഒന്ന് എം പി എഫ് സി ആകുന്നുണ്ട്, അതോടൊപ്പം ജി ഡി പി എൻ ഡി പി ആകുന്നുണ്ട്. അപ്പൊ എം പി എഫ് സി ആകാൻ എന്ത് ചെയ്യണം? അവിടെ ഇൻഡയറക്ട് ടാക്സ് കൂട്ടണം അല്ലെ. സോറി, എഫ് സി എം പി ആവണമെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് കൂട്ടണം. എഫ് സിയോട് കൂടി ഇൻഡയറക്ട് ടാക്സ് കൂട്ടുമ്പോഴാണ് എം പി ആകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഇൻഡയറക്ട് ടാക്സ് കൂട്ടി. പിന്നെ അതോടൊപ്പം ഇവിടെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നെറ്റിനോട് കൂടി ഡിപ്രീസിയേഷൻ കൂടി കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടുക. ഈ സെന്റൻസുകൾ പ്രത്യേകം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതായത് ഡിപ്രീസിയേഷൻ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നെറ്റിനോട് കൂടി ഡിപ്രീസിയേഷൻ കൂട്ടുമ്പോൾ ഗ്രോസ് കിട്ടും, അല്ലെങ്കിൽ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറക്കുമ്പോഴാണ് നെറ്റ് കിട്ടുക. അപ്പൊ ജി ഇവിടെ ഈ എൻ ജി ആക്കാൻ വേണ്ടിയാണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഇവിടെ. അപ്പൊ ഈ എൻ ജി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? ഡിപ്രീസിയേഷൻ കൂട്ടിയത്. അതേപോലെ എഫ് സി എം പി ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ജി ഡി പി എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി പി എം പി പ്ലസ് ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ എന്താണ്? എൻ ജി ആക്കാൻ, അതായത് നെറ്റ് ഗ്രോസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എൻ ഡി പി എഫ് സി, പിന്നെ ജി ഡി പി എം പിയിൽ നിന്ന് എൻ ഡി പി എഫ് സി കണ്ടുപിടിക്കണമെങ്കിൽ ജി ഡി പി മാർക്കറ്റ് പ്രൈസിൽ നിന്നും ജി ഡി പി എഫ് സി ആക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറക്കണം. പിന്നെ അതിനെ വീണ്ടും ഗ്രോസ് ഉള്ളത് നെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ കൂടി കുറച്ചു. അടുത്തത് എൻ ഡി പി എം പി ആണ് അല്ലെ. ജി ഡി പി എം പിയിൽ നിന്നും എൻ ഡി പി എം പി ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ജി എൻ ആവുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ മാത്രമാണ് കുറക്കേണ്ടത്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. രണ്ട് ഭാഗത്ത് മാർക്കറ്റ് പ്രൈസ് ആണുള്ളത്. അതുകൊണ്ട് അവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ ജി ഡി പി എന്നുള്ളത് ഇവിടുത്തെ എൻ ഡി പി ആകുന്നുണ്ട്. അപ്പൊ ജി ഡി പി എൻ ഡി പി ആവാൻ വേണ്ടി ജി ഡി പിയിൽ നിന്ന് എന്ത് കുറക്കണം? ഡിപ്രീസിയേഷൻ കുറക്കണം. പിന്നെ ഇവിടെ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്? ജി എൻ പി എൻ എൻ പി ആവുന്നുണ്ട് അല്ലെ. അതായത് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആവുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആവണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറക്കണം? ടാക്സ് കുറക്കണം അല്ലെ. അങ്ങനെയാണ് ഫാക്ടർ കോസ്റ്റ് ആകുന്നത്. പിന്നെ ഇവിടെ ഗ്രോസ് ആണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്, ഇവിടെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറക്കുമ്പോഴാണ് എന്താകുന്നത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആകുന്നത്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകൂല. ഇതൊന്ന് നോട്ട് എഴുതിയെടുത്ത് തന്നെ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് മോർ ദാൻ 10% ആൻഡ് ബിലോ 50% ഇറ്റ് ഈസ് കാൾഡ്. അതായത് 10% മുതൽ 50% വരെയുള്ള ഇൻഫ്ലേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഗാലപ്പിംഗ് ഉണ്ട്, ഓപ്ഷൻ സിയിൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് 10% മുതൽ 50% വരെയുള്ള ഇൻഫ്ലേഷൻ ഏതിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്നും പറയും. അപ്പൊ ഓരോ പെർസെന്റേജ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് പഠിച്ചു വെക്കണം. ഇൻഫ്ലേഷൻ 2 മുതൽ 3% വരെയാണ് ഇൻഫ്ലേഷൻ എങ്കിൽ അതിനെ നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതാണ് ഒരു ഇൻഫ്ലേഷൻ, ഒരു എക്കോണമിയിൽ ആവശ്യമായിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2 to 3% ആണ്. അത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അടുത്തത് വാക്കിംഗ് ഇൻഫ്ലേഷൻ ആണ്. വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 10% വരെ വാക്കിംഗ് ഇൻഫ്ലേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു 10 മുതൽ 50% വരെ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ് 50%-ന് മുകളിൽ വരുന്നത്. ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ കാണിക്കുന്നു എന്നതിന്റെ അർത്ഥം ആ സമ്പദ്ഘടനയാകെ തകർത്തിരിക്കുകയാണെന്നാണ് അല്ലെ. ഇത്രയും വലിയൊരു പണപ്പെരുപ്പ് ഉണ്ടാവാൻ പാടില്ല. ഒരു 2 to 3% ആണ്
ശരിക്കും പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇൻ സിംബാബ്വെ ഡ്യൂറിംഗ് 2004-9 ആൻഡ് വെനസ്വേല ഇൻ 2019. ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് പറയുന്നത്. 2004 2009 സിംബാബ്വേയിൽ നടന്നിട്ടുണ്ടായിരുന്നു, പിന്നെ 2019 വെനസ്വേലയിലും ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഫ്ലേഷൻ നടക്കുന്ന രീതി അനുസരിച്ച് അതിനുള്ള കാരണത്തെ ബേസ് ചെയ്തിട്ടും ഇൻഫ്ലേഷനെ തരംതിരിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ ആണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് കൺസംഷൻ. അതായത് നമുക്ക് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ആവശ്യത്തിന് പൈസ ഉണ്ട് എല്ലാവരും എടുത്തും, അപ്പൊ എന്ത് ചെയ്യും, ആളുകൾക്ക് സാധനത്തോടുള്ള ഡിമാൻഡ് കൂടും, പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് കൂടും. അങ്ങനെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതിനെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. മറ്റൊന്ന് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. അതായത് ഡിമാൻഡ് കൂടിയതല്ല, പക്ഷെ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, തൊഴിലാളികളുടെ കൂലി വേതനം കൂടി, അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്തിന് വില കൂടി, ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽസിന് വില കൂടി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തേങ്ങക്ക് വില കൂടിയ സമയമാണ്, അതുകൊണ്ട് തന്നെ നാളികേരത്തിന് വില കൂടിയത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണക്ക് വില കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ്, ആ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയാണ്. നാളികേരത്തിന് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അങ്ങനെ വില കൂടുന്നതിനെയാണ്, അങ്ങനെ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതിനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇൻഫ്ലേഷൻ ആണ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ. ഡ്യൂ ടു either an unexpected or unfrozen sharp fall in supply of commodities. അതായത് ഒരു സാധനത്തിന്റെ സപ്ലൈ കുറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിമാൻഡ് കൂടി, ആൾക്കാരുടെ കയ്യിലൊക്കെ പണം കൂടിയപ്പോൾ ഡിമാൻഡ് കൂടി. ഇതല്ല പറഞ്ഞത്, ഇത് ആളുകൾക്ക് ആവശ്യമുള്ളത് നേരത്തെ ഇപ്പൊ നമ്മൾ ഒരു 1000 സാധനം സപ്ലൈ ചെയ്തിരുന്നത് ഇപ്പം 500 സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സപ്ലൈയിൽ കുറവ് വന്നു. സപ്ലൈയിൽ കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും, ഡിമാൻഡ് കൂടും അല്ലെ. ആളുകളുടെ കയ്യിൽ പണം കൂടിയിട്ട് ഡിമാൻഡ് കൂടിയതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സപ്ലൈ കുറഞ്ഞു. 1000 എണ്ണമായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. ആ 1000 ഇപ്പോഴും ആവശ്യമുണ്ട്, ഡിമാൻഡ് കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തു, സപ്ലൈ കുറഞ്ഞ് 500 മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും 1000 ആൾക്ക് സാധനം വേണം, 500 എണ്ണേ കൊടുക്കാനുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ സംഭവിക്കും. അതാണ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ആണ്, അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഈ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ഓർ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു കുപ്പിയിൽ എത്ര വലിയ കുപ്പിയാണെങ്കിലും അതിൽ നിറച്ച് ഒരു വസ്തു ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് വരുന്നത് ആ ഇടുങ്ങിയ ആ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ പുറത്തേക്ക് വരില്ല. ആ ഒരു സപ്ലൈയിലുള്ള ഒരു വ്യത്യാസമാണ് കാണുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ സപ്ലൈ സ്റ്റോറേജ് കുറഞ്ഞിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോട്ടിൽ നെക്കിലൂടെ പുറത്തേക്ക് വരാനുള്ള ഒരു പ്രയാസം കാരണം, അതായത് സപ്ലൈ ചെയ്യുന്ന രീതിയുടെ, ബോട്ടിൽ നെക്ക് എന്നല്ല ഉദ്ദേശിച്ചത്, അതായത് ഇവിടെ അതിന്റെ പേരെങ്ങനെ കൊടുത്തതാണ്. അതായത് സപ്ലൈ ചെയ്യുന്ന രീതിയുടെ പ്രശ്നം കൊണ്ട് സപ്ലൈയുടെ സ്പീഡ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ സംഭവിക്കും. കുറച്ചാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ സംഭവിക്കും. അതാണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ഓർ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് പ്രോട്ടീൻ ഇൻഫ്ലേഷൻ. എന്താണ് പ്രോട്ടീൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ജനറലി കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ഡയറ്ററി ഹാബിറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഇൻകം. അതായത് ആളുകളുടെ വരുമാനം കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന് ഡിമാൻഡ് കൂടും. ഇപ്പൊ മുട്ട പോലെയുള്ള, പാല് പോലെയുള്ള വസ്തുക്കൾക്കൊക്കെ ഡിമാൻഡ് കൂടും. എപ്പോഴാണ് കൂടുക, എല്ലാവരുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാകുമ്പോഴാണ് അവർ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുക അല്ലെ. അല്ലെങ്കിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകും. പക്ഷെ എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിന് പണം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, അവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിന് കൂടുതൽ ആവശ്യക്കാർ കൂടും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കും. അതാണ് പ്രോട്ടീൻ ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഫോർ ഡയറക്റ്റ് ടാക്സസ്. ഡയറക്റ്റ് ടാക്സസിന് എക്സാമ്പിൾ ആണ് ചോദിച്ചത്. 1 GST ഉണ്ട്, 2 പ്രോപ്പർട്ടി ടാക്സ്, 3 ഇൻകം ടാക്സ്, 4 വാറ്റ്. ഇതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ 4 ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നു, ഓപ്ഷൻ ബിയിൽ 2, 3, 4 ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നു, ഓപ്ഷൻ സിയിൽ 2, 3 ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നു, ഓപ്ഷൻ ഡിയിൽ 3, 4 ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നു. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ്? GST എന്തല്ല, ഡയറക്റ്റ് ടാക്സ് അല്ല അല്ലെ, അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പ്രോപ്പർട്ടി ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്, ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്, വാറ്റും ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉമാണ് ശരി ഉത്തരം. ഡയറക്റ്റ് ടാക്സ് വരുന്നത് പ്രോപ്പർട്ടി ടാക്സും ഇൻകം ടാക്സും. എന്താണ് ഈ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ടാക്സ് ആയിട്ട് തന്നെ നേരിട്ട് അടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. ഇപ്പൊ പ്രോപ്പർട്ടി ടാക്സ് ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ടാക്സ് ആയിട്ട് തന്നെയാണ് അടക്കുക, അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് ആണെങ്കിലും ഒക്കെ
ടാക്സ് ആയിട്ട് തന്നെയാണ് അടക്കുക. എന്നാൽ GST അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ, ഒരു ബുക്ക് വാങ്ങണം, ബുക്കിന്റെ വിലയിൽ എന്ത് ഇൻക്ലൂഡ് ആയിരിക്കും? GST ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മൾ ടാക്സ് ആയിട്ട് സെപ്പറേറ്റ് അടക്കുന്നില്ല. നമ്മളൊരു വസ്തുവിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ വില കൊടുക്കുന്നതോടുകൂടി അതിന്റെ കൂടെ എന്ത് കൂടി ഉണ്ട്? ടാക്സ് കൂടി ഉണ്ട്. അത്തരം ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. GSTയും വാറ്റും ഒക്കെ ഇൻഡയറക്റ്റ് ടാക്സസിന് എക്സാമ്പിൾ ആണ്. Direct taxes are paid directly to the government by the companies and individuals. The 101st Constitutional Amendment Act 2016 introduced the Goods and Service Tax in India. GST നടപ്പിലാക്കിയത് 101 ഭേദഗതിയിലൂടെയാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. Okay. The GST was implemented in India on July 1st, 2017. 2016 ഈ ഭേദഗതി വരുന്നത്. 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നടപ്പിലാക്കിയിട്ടുള്ളത്. It is an indirect tax which has replaced many indirect taxes in India such as the excise duty, VAT, service tax, etc. അപ്പൊ ഈ വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി പോലെയുള്ള ടാക്സുകളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. GST to be levied by the central is called central GST. സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, പിന്നെ ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്. അതായത് കേന്ദ്രത്തിലുള്ളത് സെൻട്രൽ GSTയും സ്റ്റേറ്റിനുള്ളത് SGST ആണ്, സ്റ്റേറ്റ് GST ആണ്. പിന്നെ IGST എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് വ്യാപാരം നടക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ഉപയോഗിക്കുക? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസിന് ഉപയോഗിക്കുന്നത് IGST ആണ്, ഇന്റഗ്രേറ്റഡ് GST ആണ് യൂസ് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് GST കൗൺസിൽ? GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ 239A ഉണ്ട്, ഓപ്ഷൻ ബിയിൽ 270 ഉണ്ട്, ഓപ്ഷൻ സിയിൽ 279A ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 269A ഉണ്ട്. ഇതിലേതാണ് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അല്ലെ, 279A ആണ് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം. GST Council is a constitutional body for making recommendations to the union and state government on issues related to goods and service tax. അപ്പൊ നമ്മൾ പറഞ്ഞു അനുച്ഛേദം 279 ഇത് പറയുന്നതില്ല. അപ്പൊ അനുച്ഛേദത്തിൽ പറയുന്ന ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം അല്ലെ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ബോഡിയാണെങ്കിൽ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. എന്നാൽ ഒരു ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ബോഡിയാണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും. ഇവിടെ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് ദ ചെയർപേഴ്സൺ. ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഈ GST കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. പിന്നെ അതിൽ മെമ്പർമാരാണ് പിന്നെ പറയുന്നത്. ഒന്ന് സംസ്ഥാനത്തിന് വേണ്ടിയുള്ള കേന്ദ്ര ഫിനാൻസ് മന്ത്രി ഉണ്ടാവില്ലേ, സഹമന്ത്രി എന്നൊക്കെ നമ്മൾ പറയും, അദ്ദേഹമാണ് മറ്റൊരു മെമ്പർ. പിന്നെ ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓരോ സംസ്ഥാനത്തു നിന്നും ആ സംസ്ഥാനത്തെ ധനമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാനത്തെ ടാക്സേഷനുമായി ബന്ധപ്പെട്ട മന്ത്രി, ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയായിരിക്കും GST കൗൺസിലിലെ അംഗം എന്ന് പറയുന്നത്. The vision of a GST council is to establish the highest standards of the cooperative federation in the functioning of the council. നമുക്കറിയാം ഇന്ത്യ ഒരു കോസി ഫെഡറൽ സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ഒരു കൃത്യമായിട്ടൊരു ഫെഡറേഷനെ കുറിച്ച് പറയാൻ പറ്റിയ ഒരു ബോഡിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനങ്ങളെ പോലെ, കേന്ദ്രത്തെ പോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും അധികാരമുള്ള ഒരു കൗൺസിലാണ് ഈ GST കൗൺസിൽ. സംസ്ഥാനങ്ങൾക്ക് കൂടി അഭിപ്രായം പറയാനും അവരുടെ കൂടി കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നിടത്ത് അവർ കൂടി പങ്കെടുക്കാനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചർ ആണ് ഈ GST കൗൺസിലിന് ഉള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട്സോഴ്സിംഗ് ഈസ് എ കീ ഫീച്ചർ ഓഫ് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, നൺ ഓഫ് ദിസ്. ഔട്ട്സോഴ്സിംഗ് ഏതിന്റെ കീ ഫീച്ചർ ആണെന്നാണ് ചോദ്യം. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ് അല്ലെ. പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഏതിലും വരാൻ പറ്റുന്നതാണ് നമുക്ക് കണ്ടാൽ തോന്നുക.
ഇതിലും വരാം. പക്ഷെ ഇവിടെ ഗ്ലോബലൈസേഷൻ ഉള്ളത് കൊണ്ട് ഗ്ലോബലൈസേഷൻ തന്നെയാണ് ആൻസർ. ഗ്ലോബലൈസേഷന്റെ ഒരു കീ ഫീച്ചർ ആണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കമ്പനി പിന്നെ മറ്റൊരു രാജ്യത്തു നിന്ന് ഒരു എംപ്ലോയീസിനെ വെച്ചിട്ട്, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ അമേരിക്കയിൽ രാത്രിയാവുന്ന സമയത്ത് ഇവിടെ പകലാണല്ലോ. അപ്പൊ ആ ടൈമിൽ കൂടി അവരുടെ വർക്ക് നടക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇന്ത്യൻ എംപ്ലോയീസിന് എന്ത് ചെയ്യും, അമേരിക്കൻ കമ്പനികൾ പിന്നെ പകല് അവിടുത്തെ രാത്രിയിൽ ഇവിടുത്തെ പകല് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ്. ഔട്ട്സോഴ്സിംഗ് is the business practice of hiring a third party to perform tasks, handle operations or provide services that would otherwise be performed internally by a company's own employees. It essentially means contracting out specific functions or processes to an external provider instead of managing them in-house. അതായത് അവർ ആ ജോലി അപ്പൊ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യല്ല, അവരെന്ത് ചെയ്യാ, ഒരു ഔട്ട്സോഴ്സ് പേര് പറഞ്ഞ പോലെ തന്നെ പുറത്തു നിന്ന് ഒരാളെ ഇതുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. The new economic policy was introduced in India in 1991. 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള 3 പുതിയ മെത്തേഡുകളാണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതേപോലെ ലിബറലൈസേഷൻ അല്ലെ. This policy was a major shift from the previous socialist policies aiming to the restore macroeconomic stability. അതായത് നമ്മൾ ഇന്ത്യയിൽ പിന്നെ സോഷ്യലിസ്റ്റ് പോളിസികളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോളിസികളാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും അതേപോലെ പ്രൈവറ്റൈസേഷനും ഒക്കെ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് നമുക്കറിയാം 1990-കളിലെ പ്രത്യേക സാമ്പത്തിക സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നു പോവുകയും ഇന്ത്യയുടെ കരുതൽ ധനശേഖരത്തിലൊക്കെ നല്ലൊരു ഇടിവ് വരുന്നത് മൂലം ഇന്ത്യ വേൾഡ് ബാങ്കിനെ സഹായിക്കുന്ന സമയത്താണ് വേൾഡ് ബാങ്ക് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഒരു പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് വായ്പ അനുവദിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഡെഡ് ലൈൻ വേൾഡ് ബാങ്കിന്റെ ഭാഗത്ത് വന്ന സമയത്താണ് ഇന്ത്യ ഇത്തരം ഒരു പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിതമാകുന്നത്. The new economic policy was launched by Prime Minister P.V. Narasimha Rao and implemented by then Finance Minister Dr. Manmohan Singh. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു ആയിരുന്നു, അതേപോലെ ധനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പൊ PSC ഇടക്കിടക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി ആയിരുന്നുള്ളത് ആരാണ്? നരസിംഹ റാവു ആണ് അല്ലെ. It was a response to a balance of payment crisis aiming to attract foreign investment, raise the economy's growth rate and reduce poverty. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ക്രൈസിസ് സംഭവിച്ച സമയത്താണ് ഇത് വരുന്നത്. അതായത് വിദേശ നിക്ഷേപങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അതോടൊപ്പം ഇന്ത്യയിൽ സാമ്പത്തികമായ വളർച്ച, അതുവഴി പിന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യലൊക്കെയാണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ടത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ഈസ് എ ഡാഷ്. പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ, അഡ്വൈസറി ബോഡി ആണോ, ഏതാണ്? നൺ ഓഫ് ദിസ് ആണ്. ഏതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ബോഡിയാണ്? അഡ്വൈസറി ബോഡിയാണ് അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ ഒരു അഡ്വൈസറി ബോഡിയാണ്. എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്? 1950 മാർച്ച് 15-നാണ് രൂപീകരിച്ചത്. ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആയിരുന്നു ഈ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. ഡീസെൻട്രലൈസേഷന്റെ ഒക്കെ മുമ്പ് വന്നിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ ഇവിടെ വികേന്ദ്രീകരണമല്ല, ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് അല്ല, ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആണ് ഇതിന്റെ ഒരു ബേസ് ഉണ്ടായിരുന്നത്. അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? പീരിയോഡിക്കലി അസസിങ് ദ കൺട്രീസ് റിസോഴ്സസ്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ അസസ് ചെയ്യാന്നുള്ളതാണ്. ഓരോ കാലത്തും ഓരോ കൃത്യമായ ഇടവേളകളിൽ അസസ് ചെയ്യാന്നുള്ളത് പ്ലാനിംഗ് കമ്മീഷന്റെ ജോലിയാണ്. അതോടൊപ്പം ഡെവലപ്പിംഗ് 5-year പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദർ ഇംപ്ലിമെന്റേഷൻ. ഈ പഞ്ചവത്സര പദ്ധതികൾ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ അതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ തയ്യാറാക്കുക എന്നുള്ളതൊക്കെയാണ് മറ്റൊരു ലക്ഷ്യം, മറ്റൊരു ഈ ഒരു ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ മോണിറ്ററിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് റെക്കമെൻഡിംഗ് പോളിസി അഡ്ജസ്റ്റ്മെന്റ് ആസ് നീഡഡ്. അതായത് ഈ പ്ലാൻ എക്സിക്യൂഷനെ മോണിറ്റർ ചെയ്യുക, അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ പോളിസിയിൽ ചേഞ്ച് വേണമെങ്കിൽ അത് നിർദ്ദേശിക്കുക. ഇതൊക്കെയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ജോലി ഉണ്ടായിരുന്നത്. പിന്നെ ഡിറ്റർമിനിങ് പ്രയോറിറ്റീസ് ഫോർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞപ്പോൾ റിസോഴ്സസ് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് അത് ഒരു അസസ് ചെയ്യണം അല്ലെ, എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കണം. അതോടൊപ്പം നമുക്ക് ഉള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട് എന്തിനൊക്കെ മുൻഗണന കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ഈ പ്ലാനിംഗ് കമ്മീഷനാണ്.
നമുക്കറിയാം ഈ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ നിലവിലില്ല അല്ലെ. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2015 നീതി ആയോഗ് വരുന്നത് അല്ലെ. നാഷണൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന നീതി ആയോഗ് 2015 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നീതി ആയോഗിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗാരി ആയിരുന്നു അല്ലെ. നീതി ആയോഗ് ആണെങ്കിലും പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിലും ചെയർമാൻ ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരിക്കും. ഫസ്റ്റ് വൈസ് ചെയർമാൻ വരുന്നത് നീതി ആയോഗിന്റെ അരവിന്ദ് പനഗാരിയാണ്. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ വരുന്നത് സുമൻ ബറിയാണ്. ഫസ്റ്റ് സിഇഒ ആരായിരുന്നു? ഫസ്റ്റ് സിഇഒ സിന്ധുശ്രീ കുള്ളറാണ് ഫസ്റ്റ് സിഇഒ. ഇപ്പോഴത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യനാണ്. ഈ നീതി ആയോഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. ആ കാര്യം കൂടി പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് 5-year പ്ലാൻ ഈസ് നോൺ ആസ് മഹലനോബിസ് മോഡൽ? മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഫസ്റ്റ് 5-year പ്ലാൻ പറയുന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ സെക്കൻഡ് 5-year പ്ലാൻ പറയുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ തേർഡ് 5-year പ്ലാൻ പറയുന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഫോർത്ത് 5-year പ്ലാൻ പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. മഹലനോബിസ് മോഡൽ 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരോഡ് ഡോമർ മാതൃകയാണ് അല്ലെ. ഹരോഡ് ഡോമർ മാതൃകയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ യോജനയാണ് 3ാം പഞ്ചവത്സര പദ്ധതി അല്ലെ. അത് നമുക്കറിയാം 4ാം പദ്ധതി ഗാഡ്ഗിൽ ഫോർമുല ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം തേർഡ് 5-year പ്ലാൻ ആണ് ഗാഡ്ഗിൽ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫിഫ്ത്ത് 5-year പ്ലാൻ ആണ് നമ്മൾ ഗരീബി ഹട്ടാവോ നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലെ. അതായത് പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഥവാ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുഴക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഫിഫ്ത്ത് 5-year പ്ലാനിലാണ്. അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് DP ധർ ആണ്. DP ധർ ആണ് അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന വർഷം ഏതാണ്? 66 to 69 ആണ് അല്ലെ. പ്ലാൻ ഹോളിഡേ ഉണ്ട്, റോളിംഗ് പ്ലാൻ ഉണ്ട് അല്ലെ. അങ്ങോട്ട് കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉള്ളതാണ്. പ്ലാൻ ഹോളിഡേ ആണെങ്കിൽ 1966 to 69 ആണ്. എന്നാൽ റോളിംഗ് പ്ലാൻ ആണെങ്കിൽ 1978 to 80 ആണ്. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഗുണ്ണർ മിർഡൽ ആണ്. ഈ ഗുണ്ണർ മിർഡലിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ഇൻ ടു ദ പോവർട്ടി ഓഫ് നാഷൻസ്. ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ഇൻ ടു പോവർട്ടി ഓഫ് നാഷൻസ് എന്നറിയപ്പെടുന്ന ഗുണ്ണർ മിർഡലിന്റെ പുസ്തകത്തിലാണ് ഈ ഒരു റോളിംഗ് പ്ലാന്റെ ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് മോഡൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8th 5-year പ്ലാൻ. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ റാവു മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് മോഡൽ. ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു, ധനമന്ത്രി മൻമോഹൻ സിംഗും ആയിരുന്നു അല്ലെ. നമുക്കറിയാം 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ ഈ പുത്തൻ സാമ്പത്തിക നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ആ സമയത്താണ് പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്, ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 8th 5-year പ്ലാൻ. ഇതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് മോഡൽ എന്നും മൻമോഹൻ മോഡൽ എന്നും റാവു മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. കേരള ഡെവലപ്മെന്റ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള ഡെവലപ്മെന്റ് മോഡൽ 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബക്രാനങ്കൽ, ഹിരാക്കുഡ് ആൻഡ് മേട്ടൂർ ഡാംസ്, ദാമോദർ വാലി ഡാം വർ ബെൽറ്റ് ഡ്യൂറിംഗ് ഇന്ത്യസ് ഫസ്റ്റ് 5-year പ്ലാൻ. ബക്രാനങ്കൽ ഡാം, ഹിരാക്കുഡ് ഡാം, മേട്ടൂർ ഡാം, ദാമോദർ വാലി ഡാം ഒക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂറിംഗ് സെക്കൻഡ് 5-year പ്ലാൻ. UGC പ്രാബല്യത്തിൽ വന്നത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ ഭിലായ്, ദുർഗാപൂർ ആൻഡ് റുർക്കേല ആർ എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് തേർഡ് പ്ലാൻ. ഭിലായ്, ദുർഗാപൂർ, റുർക്കേല ഒക്കെ സ്റ്റീൽ പ്ലാന്റുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് 3ാം പദ്ധതി കാലത്താണെന്ന് പറയുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ് വർ നാഷണലൈസ്ഡ് ഡ്യൂറിംഗ് 4th പ്ലാൻ.
അതിനാൽ ഇന്ത്യൻ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 4ാം പദ്ധതി കാലത്താണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ബക്രാനങ്കൽ, ഹിരാക്കുഡ് ആൻഡ് മേട്ടൂർ ഡാം, ദാമോദർ വാലി വേർ ബെറ്റ് ഡ്യൂറിംഗ് ഇന്ത്യസ് ഫസ്റ്റ് 5-year പ്ലാൻ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. 1ാം പദ്ധതി കാലത്താണ് ഈ ഡാമുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? UGC പ്രാബല്യത്തിൽ വന്നത് 2ാം പദ്ധതി കാലത്താണ്. തെറ്റാണ് അല്ലെ. 1953 UGC പ്രാബല്യത്തിൽ വരുന്നത് അല്ലെ. അത് 1ാം പദ്ധതി കാലത്താണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ ഭിലായ്, ദുർഗാപൂർ, റുർക്കേല എസ്റ്റാബ്ലിഷ് ചെയ്തത് 3rd പ്ലാന്റെ കാലത്തല്ല, ഏതാണ്? 2nd 5-year പ്ലാന്റെ കാലത്താണല്ലോ. അപ്പൊ 3ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ് ആർ വേർ നാഷണലൈസ്ഡ് ഡ്യൂറിംഗ് 4th പ്ലാൻ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 14ാം പദ്ധതി കാലത്താണ് ഈ എന്ത് ചെയ്യുന്നത്? പ്ലാന് ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദ്യം 1ഉം 4ഉമാണ് ശരിയില്ല. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. The University Grant Commission came into existence on December 28, 1953. First chairman of UGC was Dr. Shanti Swarup Bhatnagar. At the end of the first 5-year plan, 5 Indian institutes of technologies were established as major technical institutions. ആ 5 IIT-കളൊന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഖരഗ്പൂർ ഉണ്ട്, ബോംബെ ഉണ്ട്, മദ്രാസ് ഉണ്ട്, കാൺപൂർ ഉണ്ട്, ഡൽഹി ഉണ്ട്. ഈ 5 IIT-കൾ സ്ഥാപിക്കുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തിലാണ്. The Bhilai, Rourkela and Durgapur steel plants were established during the 2nd 5-year plan. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നീ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. എക്കോണമിസ്റ്റ് KN Raj played a crucial role in drafting parts of India's first 5-year plan. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് KN Raj, അല്ലെ മലയാളിയായിട്ടുള്ള KN Raj. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആണ് ചോദിച്ചത്. വർഗീസ് കുര്യൻ ഉണ്ട്, MS സ്വാമിനാഥൻ ഉണ്ട്, നോർമൻ ബോർലോഗ് ഉണ്ട്, വില്യം S ഗോഡ് ഉണ്ട്. ഇതിൽ ആരാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ചോദ്യം സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂഷൻ ആക്കി തെറ്റിക്കരുത്. നോർമൻ ബോർലോഗ് ആണ് അല്ലെ. ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. എന്നാൽ ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ അല്ലെ. മാറിപ്പോകരുത്. ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥനാണ്. എന്നാൽ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗ് ആണ്. പിന്നെ വർഗീസ് കുര്യന്റെ പ്രത്യേകത എന്താണ്? അത് അദ്ദേഹം വൈറ്റ് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ആളാണ് അല്ലെ. വർഗീസ് കുര്യൻ വൈറ്റ് റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ആളാണ്. വില്യം S ഗോഡ് ആണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. Father of Green Revolution in India, MS Swaminathan ആണ്. The word Green Revolution was first used by William S Gode ആണ്. ഈ ഗ്രീൻ റെവല്യൂഷൻ 2 ഫേസ് ആയിട്ടാണ് നടന്നത്. ഫസ്റ്റ് ഫേസ് 65 to 66 to 1980 ആണ് ഫസ്റ്റ് ഫേസ്. The initial Green Revolution focused on introducing high yielding varieties on wheat and rice in specific regions like Punjab, Haryana and Western Uttar Pradesh. അപ്പോൾ 1ാം ഫേസിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം, അതായത് പഞ്ചാബ്, ഹരിയാന, അതേപോലെ വെസ്റ്റേൺ ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു 1ാമത്തെ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഗോതമ്പിലും അരിയിലും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ 1ാമത്തെ ഫേസ് നടന്നിട്ടുള്ളത്. സെക്കൻഡ് ഫേസ് വരുമ്പോൾ മിഡ് 70s ആണ്. 1975 മുതൽ 1985 വരെ എന്ന് പറയാം. ദിസ് ഫേസ് എയിംഡ് ടു എക്സ്പാൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ ടു അതർ റീജിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശിലൊക്കെ ആയിരുന്നു 1ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് 2ാം ഫേസ് ശ്രമിച്ചത്. പർട്ടിക്കുലർലി റൈസ് ഇൻ ദ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ലൈക്ക് വെസ്റ്റ് ബംഗാൾ ആൻഡ് ബീഹാർ. പിന്നെ നമ്മൾ ധവള വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞല്ലോ. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്. 1970 നടപ്പിലാക്കിയത്. ഫാദർ ആരായിരുന്നു? ഇന്ത്യൻ വൈറ്റ് റെവല്യൂഷന്റെ പിതാവ് വർഗീസ് കുര്യനായിരുന്നു. ഡോക്ടർ വർഗീസ് കുര്യനായിരുന്നു. അപ്പൊ ഈ നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അല്ലെ. ഈ ഒരു വൈറ്റ് റെവല്യൂഷന്റെ ഒക്കെ ഫലമായിട്ട്
ആയിരിക്കാം. ഇപ്പൊ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിന്റെ 22% ഇപ്പോൾ ഇന്ത്യയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. US അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ ബാക്കിലാണുള്ളത്. US, ചൈന, പാകിസ്ഥാനും ബ്രസീലും ഒക്കെ നമ്മുടെ പിറകിലാണ് വരുന്നത്. അപ്പൊ ഏറ്റവും 22% പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തുള്ള പാൽ ഉൽപ്പാദനത്തിൽ 22% ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഭാഗത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനില്ല. കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.